അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അൽഫോൻസ രാജു എന്ന് പറയുന്ന ചേച്ചിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ഇതിനു മുമ്പ് ധ്യാനം ഡിവൈനിൽ കൂടിയപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിയുടെ ഒരു രോഗം ദൈവം സുഖപ്പെടുത്തിയിരുന്നു ഈശോ. ആ ഒരു സൗഖ്യത്തിൻ്റെ എന്താ പറയുക, ആ ഒരു ടെസ്റ്റിമണി, ആ ഒരു അനുഭവ സാക്ഷ്യം നമ്മളുമായി ഇപ്പോൾ ചേച്ചി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് അൽഫോൻസ. എനിക്ക് 2 മാസമായിട്ട് ചുമയും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി എന്തായി, ഭയങ്കര വയറുവേദന, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ പോയി ടെസ്റ്റ് എടുത്തപ്പോൾ എരണിയ ആണ്, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം ഉടനെ തന്നെ, ഇത് കൂടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്ത് പറഞ്ഞ്, ഈ ഓൾസ് ഇട്ട് വലയിടണം, 60,000 രൂപ റെഡി ചെയ്തിട്ട് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മൾ ഡിവൈനിൽ പോയാൽ എൻ്റെ രോഗം സുഖമാകും, ഞാൻ ഓപ്പറേഷൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരാഴ്ച ധ്യാനത്തിന് വന്ന് നല്ല പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറുവേദനയെല്ലാം പോയി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ആ എരണി എന്നുള്ള ഇതേ എൻ്റെ വയറ്റിലില്ല. ഇപ്പോൾ നല്ല സുഖമായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലേ, അത് ഏതെങ്കിലും ആരാധന സമയത്താണോ അല്ലെങ്കിൽ ആരാധന സമയത്ത് അല്ലേ? ആരാധന സമയത്ത് എൻ്റെ വയറുവേദനയെല്ലാം കംപ്ലീറ്റ് പോയപ്പോഴേ എനിക്ക് വിശ്വാസമായി, എനിക്കില്ല ഇനി എരണിയ പോയി, ഇനി ഞാൻ ഓപ്പറേഷൻ ചെയ്യൂല എന്നും പറഞ്ഞാൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് എരണിയ ഇല്ല, നല്ല സുഖമായിട്ടുണ്ട്. ഡോക്ടർമാരെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ചോദിച്ചോ? ഇതെന്താ മിറാക്കിളാണോ, ഇതെന്താ ഇങ്ങനെ ഈ എരണി ഓപ്പറേഷത്തിന് റെഡി ചെയ്ത് വെച്ചിരിക്കുക, ഞങ്ങൾ ഇതെങ്ങനെ പോയി എന്ന് ചോദിച്ച്. എല്ലാം എൻ്റെ ഈശോ ചെയ്ത. ഏത് മാസമായിരുന്നു ധ്യാനം കൂടാൻ വന്നത്? മാർച്ചില്, കഴിഞ്ഞ മാർച്ചിലായിരുന്നു അല്ലേ? അപ്പൊ ഒരു ജനുവരി മുതലൊക്കെ ഈ ഒരു വേദനയുണ്ട്, ഭയങ്കര വേദനയാ. ഞാൻ ജോലി ചെയ്യാൻ പറ്റൂല, ഒന്നും പറ്റില്ല, ചുമ വേറെ അതിന്റെ കൂടെ. എരണിയായിരുന്ന ചുമയാന്ന് ഭയങ്കര. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ എത്ര വർഷം ധ്യാനം കൂടിയിട്ടുണ്ട്? ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ മേലെ നിന്ന് വീണ് കൈ ഒടിഞ്ഞിട്ടും കൂടെ ഡോക്ടർ പറഞ്ഞു വയസ്സായി, ഇനി കൈ ശരിയാവൂലെന്ന്. എന്നിട്ട് സിമെൻറ്റ് കെട്ടെല്ലാം ഇട്ട് ഞാൻ അതെല്ലാം അഴിച്ചെടുത്ത് ഇവിടെ ഓടി വന്ന് 3-ാം ദിവസം എന്ത് ചെയ്ത്, എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, വണ്ണമൊന്നും ഇല്ല. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് 3-ാം ദിവസം ഇങ്ങനെ ഹല്ലേലൂയാന്നും പറഞ്ഞ് ആരാധനയിലെത്തപ്പോൾ ഇവിടെ 2 ഒച്ച കേട്ട്, അതോടെ എൻ്റെ കൈ സുഖമായി. പിന്നെ എൻ്റെ ഗർഭപാത്രത്തിൽ ഇത്ര വലിയ മുഴയുണ്ടായിരുന്നു. ആ മുഴയ്ക്ക് പറഞ്ഞ് നീ ഓപ്പറേഷൻ ചെയ്താവുള്ളൂ എന്ന്, അവിടെ ബാംഗ്ലൂർ CSC ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്താവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഡേഞ്ചറാണ്, ഇത് ഇല്ലെങ്കിൽ ഈ ക്യാൻസർ കട്ടി മാതിരിയാകും, നീ ഓപ്പറേഷൻ ചെയ്താൽ. അവിടുന്ന് ഞാൻ എന്ത് ചെയ്ത്, ഇല്ല ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ഇവിടെ ഓടി ഇവിടെ വന്ന് പോയപ്പോൾ ആ മുഴ എന്തായി, ഇങ്ങനെ ചുരുങ്ങിപ്പോയി. അതിന്നും ഞാൻ രക്ഷപ്പെട്ട്, കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ 25 വർഷം ആസ്മ ഉണ്ടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത ആസ്മ. അയ്യോ, എത്ര ഡോക്ടറെ കാണിച്ചിട്ട് സുഖമില്ല. ആഴ്ചയ്ക്ക് പോയി അഡ്മിറ്റ് ആവും, ഗ്ലൂക്കോസ് കയറ്റും, ഇഞ്ചക്ഷൻ കയറ്റും, വീട്ടിൽ വരും. അങ്ങനെ കുറേ ഞാൻ കഷ്ടപ്പെട്ട് ലാസ്റ്റ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഡിവൈനെ പറ്റി. അപ്പോൾ ആരാ എന്നോട് പറഞ്ഞ്, ഡിവൈന് നിനക്ക് സുഖമാകുമെന്ന്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഡിവൈനിൽ വന്ന് പ്രാർത്ഥിച്ച് ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. ഇതുവരെ എനിക്ക് ആസ്മ രോഗം വന്നിട്ടില്ല. ഇപ്പം ഞാൻ കുളിക്കുന്ന, പിന്നെ തണുപ്പുള്ളത് തിന്നുന്നു. അപ്പോൾ തണുപ്പ് തിന്നാൽ കൂടും, ചൂട് തിന്നാൽ കൂടും. ആ രോഗം ഭയങ്കര. 25 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പോയാലിരുന്ന് എനിക്ക് അതായത് നമുക്കിപ്പോൾ ഹെരണിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതിൻ്റെ രോഗശാന്തി പറയാനാ ചേച്ചി ഇപ്പം ഞാൻ എൻ്റെ മുമ്പിൽ വന്നേ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് രോഗസൗഖ്യങ്ങൾ, എണ്ണിയാലും തീരാത്ത അത്രമാത്രം രോഗസൗഖ്യങ്ങൾ ഈ ഒരു ജീവിതത്തിൽ ഈശോ അത് നൽകിയിരിക്കുകയാണ്. അത് എനിക്ക് തോന്നി ചേച്ചിയുടെ വിശ്വാസമാണ്. ഹെരണിയ വന്ന് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ചേച്ചി എടുത്ത ഒരു ശാഠ്യം, ഇല്ല എനിക്കത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഈശോ സുഖപ്പെടുത്തുമെന്നെടുത്ത ആ ഒരു തീരുമാനത്തിലാണ് ഈശോ
സൗഖ്യപ്പെടുത്തി. ഇവിടെ നടന്ന ആരാധനയുടെ മധ്യ ദൈവം സൗഖ്യപ്പെടുത്തി. അതിനു മുമ്പ് വന്ന വയറിൽ വന്ന ഒരു മുഴ വന്നതും, അതോടൊപ്പം തന്നെ കൈ ഡോക്ടർമാർ വയസ്സായില്ലേ, ഇനി ആ കൈ ഉയർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ കൈ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഉപേക്ഷിച്ച് വിട്ട കാര്യം ഇവിടെ വന്ന് ഹല്ലേലൂയ എന്ന് പറയുന്ന ആ ഒരു വിളി ഈശോയെ വിളിച്ച് കൈ താനെ ഉയർന്നു. ഇപ്പോഴും നമ്മൾ കണ്ടോ ചേച്ചി കൈ ഉയർത്തിയതൊക്കെ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഈ ചേച്ചിക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഫോൻസ രാജു എന്നാണ്, കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നാണ് ദൈവത്തിന് സാക്ഷ്യം പറയാനായിട്ട്, നന്ദി പറയാനായിട്ട് വീണ്ടും ഈ ആഴ്ച ഡിവൈനിൽ ഇപ്പോൾ ധ്യാനം കൂടുകയാണ്. ഒരുപാട് നന്ദി ചേച്ചി, ഈ ഒരു അനുഭവ സാക്ഷി നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിനും ഒപ്പം ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് ചേച്ചി മാറിയതിനും ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ജീവിതത്തിലേക്ക് ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.